തലയിലൊക്കെ നീറുന്നു. വായിക്കാക്ക് അവസാനം നോമ്പുറിയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു ബോർവെൽ ഫിറ്റിംഗ് ആണ്. ബോർവെൽ ഫിറ്റിംഗ് പറഞ്ഞാൽ വീഗാർഡിൻ്റെ അക്കോ സ്മാർട്ട് ആണുള്ള ബോർവെൽ നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ ഇത് കമ്പനി ഇപ്പോൾ അടുത്ത് ലോഞ്ച് ആയിട്ടുള്ളൂ, ഏകദേശം ഒരു 1-2 മാസം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ ബോർവെല്ലിലൊക്കെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ആവുന്ന സിസ്റ്റം ഉണ്ട്. അതായത് വെള്ളമില്ലാതെ ഡ്രൈ റണ്ണായിട്ട് ഓടില്ല, മോട്ടർ കട്ട് ഓഫ് ആവും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബോർവെല്ല് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ, നമ്മൾ HDO ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നിലവിലൊന്ന് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കോളം പൈപ്പാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് സുപ്രീമിൻ്റെ പൈപ്പാണ്, ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ സുപ്രീമിൻ്റെ പൈപ്പാണ് എടുക്കുന്നത് കേട്ടോ. സുപ്രീമിൻ്റെ കോളം പൈപ്പ് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന കോളം പൈപ്പ് തന്നെ 2-3 ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കപ്ലിംഗ് അല്ലാതെ ഡയറക്റ്റ് വരുന്നൊരു കോളം പൈപ്പ് ഉണ്ട്. അതെടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഈ കോളം പൈപ്പിൻ്റെ ത്രെഡ് കുറേ കഴിയുമ്പോൾ ഡാമേജ് ആവും. അപ്പോൾ എപ്പോഴും കപ്ലിംഗ് ഉള്ള കോളം പൈപ്പ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് പൈപ്പ് റിഞ്ചോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൈപ്പ് റിഞ്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഹാൻഡ് ടൈറ്റ് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ലേശം എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ടഫ്ലോൺ ടാപ്പ് കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 15 ലെങ്ത്തോളം കോളം പൈപ്പ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ബോർവെല്ല് ഇപ്പോൾ ഏകദേശം 250 അടിയാണ് പറഞ്ഞത്. അപ്പോൾ 250 അടി അറക്കുന്നില്ല. ഇപ്പോൾ ഇവർക്ക് ഒരു 100 അടിയിൽ ഏകദേശം വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 150-155 അടി ആയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കല്ല് കാണാൻ തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ അവിടെ നിന്ന് വീണ കല്ലാണ്, ഈ മെറ്റൽ പീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 150 അടിക്ക് മേലേക്ക് ഇടുകയാണെങ്കിൽ ഈ കല്ല് വന്നിട്ട് മോട്ടറിൽ സ്റ്റക്കാവും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഭാവിയിൽ മോട്ടർ പൊക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 5-6 അല്ലെങ്കിൽ 2-3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാം. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ തന്നെ ഈ കല്ലുകളൊക്കെ താഴത്തേക്ക് വീണിട്ട് അടിപൊളിയായിട്ട് ഫില്ലായി ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അങ്ങനെ കല്ല് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അടിക്ക് ഇറക്കരുത്. കല്ല് എവിടെ കണ്ടോ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ്. അപ്പോൾ മോട്ടറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം ഇതിൽ പറയാം എത്ര വന്നത്. ഇത് നമുക്ക് സാധാ വീഗാർഡിൻ്റെ മോട്ടറെക്കാട്ടിലും ഇതിൻ്റെ പാനൽ ബോർഡിന് ഒരു 1500 റുപ്യ ഏകദേശം റേറ്റേ വരുള്ളൂ. പിന്നെ ഈ പാനൽ ഇത് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ തന്നെ അക്കോ സ്മാർട്ടിൻ്റെ ബോർവെല്ലിനെ മോട്ടറിനെ എടുക്കാം കേട്ടോ. അതിൽ വേറെ മോട്ടർ നമുക്ക് സൂട്ടാവില്ല, അതിനനുസരിച്ചിട്ടാണ് ആ മോട്ടർ സെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 250-300 അടി താഴെ 300 അടി ടോട്ടൽ ഉള്ള മോട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 300 അടി തള്ളിച്ച് വരുന്ന മോട്ടറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ബോർവെല്ലിൻ്റെ കുറച്ച് ഫിറ്റിങ്സാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ബോർ ക്ലാമ്പാണ്, നമ്മൾ മുകളിൽ ടോപ്പിൽ ടൈറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹെവി സാധനം എടുക്കുന്നുണ്ട്, നമ്മൾ ഹെവി സാധനം എടുക്കാറ്. അതിപ്പോൾ പൗഡർ കോട്ടിങ് ഉള്ളതാണ്. പിന്നെ ഹോസ് കോളർ, നമുക്ക് പുറത്തേക്കൊരു ഹോസ് കോളർ ഉണ്ട്. വീട് പണി കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചർ ടാപ്പ്, അതേപോലെ ഇൻസുലേഷൻ ടാപ്പ്, അതിൻ്റെ ബെൻഡ്, GA ബെൻഡ്, അതിൽ NRV വരുന്നുണ്ട്. NRV എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വർക്കൊക്കെ ആണെങ്കിലേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഓസൊക്കെ ഇടുന്ന സമയത്ത്, ഇപ്പോൾ ഓസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാറപ്പൊടി അല്ലെങ്കിൽ മണ്ണുള്ള ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് റിട്ടേൺ വലിച്ചു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ പമ്പ് കേട് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വർക്കിലൊക്കെ NRV ഇടാൻ ശ്രമിക്കട്ടെ. കൺസ്ട്രക്ഷൻ കഴിഞ്ഞാലും മെയിനായിട്ട് NRV ഇടുക. ചില ബോർവെല്ലിൻ്റെ ഉള്ളിൽ തന്നെ മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ NRV ഉണ്ടാവും. അതിൻ്റെ NRV ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനത് അഡീഷണലായിട്ട് NRV വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ NRV ഇടുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ഈ കംപ്ലയിൻറ്റും കാര്യങ്ങളും പൊടിയും കാര്യങ്ങളൊന്നും പോകില്ല. അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രമ്മ് നിറക്കേ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നനയ്ക്കുന്ന സമയം, ഇപ്പോൾ ഇവരൊന്ന് ചുമരൊക്കെ നനയ്ക്കുന്ന സമയത്ത് ഇവരെന്താവും, നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ ഓഫാക്കാൻ വേണ്ടി ഈ ഓസാൻ താഴത്ത് കിടും. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇവർ ഓഫാക്കുന്ന സമയത്ത് ഈ വെള്ളവും ഈ പൊടിയും കാര്യങ്ങളൊക്കെ പാടെ ഈ മോട്ടറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പറിൽ കുറേ ഇതുണ്ട്, നെറ്റുകളുണ്ട്, അതിൽ പോയി അടയും. അപ്പോൾ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോട്ടറിൽ വെള്ളത്തിന് ഫ്ലോ കമ്മി, മോട്ടർ സ്റ്റക്ക് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ മസ്റ്റായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വീഗാർഡിൻ്റെ 300 അടി തള്ളിച്ച വരുന്ന പമ്പാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ 300 അടി നമ്മൾ അറക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ആ കല്ല് കണ്ട സ്ഥിതിക്ക് നമ്മൾ 150 അടി വരെയാണ് അറക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഭാവിയിൽ 3 അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി കഴിഞ്ഞാലും കുഴപ്പം വരില്ല. അപ്പോൾ വീഗാർഡിലേക്ക് കിടക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീഗാർഡിൽ ഇപ്പോൾ പുതിയതായി കൊടുക്കുന്നതാണ് അക്കോ സ്മാർട്ട്. അതായത്
നമുക്ക് വെള്ളം ഇല്ലാതെ അടിച്ചാലും അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. പിന്നെ അതുമല്ല വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സർവീസ് കിട്ടുന്നത് വി-ഗാർഡാണ്. നിങ്ങളുടെ നാട്ടിൽ ഏതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല 24 hours ഉള്ളിൽ അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് ശരിയാക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു NRV ഉണ്ടോയെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ NRV വരുന്നുണ്ട്. ആ കാണുന്ന പ്ലാസ്റ്റിക് പോലത്തെ സംഭവമാണ് NRV കേട്ടോ. അപ്പോൾ അതാണ് NRV. നമ്മൾ ജസ്റ്റ് കൊട്ടി നോക്കിയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് NRV ആണെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്. ചില ബ്രാൻഡിൽ NRV ഉള്ളിൽ വരില്ല. ശരിക്കും പറഞ്ഞാൽ NRV ഉള്ളിൽ വരുന്നത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടാസ്ക്കാണ്. കാരണം ഒരു 400 അടി 500 അടിയൊക്കെ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ പോലെ നമുക്ക് പൊക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. NRV ഉള്ളത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ മെനക്കെട്ടണം. അതേപോലെ തന്നെയാണ് മോട്ടറിൻ്റെ വെള്ളം ഒഴിക്കുന്ന ഏരിയ. അതായത് ഇത് വാട്ടർ കൂളാണ്. മോട്ടറിൽ 2 ടൈപ്പ് ഇതാണ് വരിക, പമ്പ്. ഒന്ന് വാട്ടർ കൂള്, ഒന്ന് ഓയിൽ കൂള്. നമ്മൾ അധികം എടുക്കുന്നത് വാട്ടർ കൂളാണ് കേട്ടോ. അപ്പോൾ വാട്ടർ കൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ വാട്ടർ ഒഴിക്കുക. അത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒഴിച്ച് ആ വെള്ളത്തിനെ പുറത്തേക്ക് റീസെറ്റ് ചെയ്യുക. അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം അപ്പുറത്ത് കൂടി ഒഴുകി പോകണം, കുറേ നേരം ഒഴിക്കണം. വേറെ ഒന്നുമല്ല, അതിൻ്റെ കരടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ഒഴിക്കാതെ ഒരു കാരണവശാലും പമ്പ് ഫിറ്റ് ചെയ്യരുത്, മോട്ടർ കത്തിപ്പോവും. അപ്പോൾ നമ്മൾ അതിൻ്റെ 2 നെറ്റാണ് വരിക. നെറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രൂ, ബ്രാസിൻ്റെ സ്ക്രൂ വരിക കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുതായിട്ടൊരു ടെഫ്ലോൺ ടാപ്പ് ചിറ്റുക. അതിൽ വാഷർ ഓൾറെഡി കമ്പനി കൊടുത്തിട്ടുണ്ട്, ടെഫ്ലോൺ ടാപ്പ് ചിറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓവർ ടൈറ്റിങ് ചെയ്യരുത് കേട്ടോ. ഓവർ ടൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂവിൻ്റെ ഭാഗം പൊട്ടിപ്പോരും, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ. ഫിൽറ്റർ 2 ടൈപ്പ് ഫിൽറ്ററാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പമ്പും തിരിച്ചു നോക്കുക. അതേപോലെ അതിൻ്റെ മുകളിലുള്ള ഇമ്പറിലും, അതായത് ഇമ്പറിൽ തന്നെ പമ്പ് സെറ്റ് മുകളിൽ അടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് 2 തിരിച്ച് നോക്കിയിട്ട് മാത്രമേ ഇത് ഇറക്കാൻ പാടുള്ളൂ. സ്റ്റക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇറക്കിയിട്ട് കാര്യമില്ല, പിന്നെയും പൊക്കേണ്ടി വരും. അപ്പം ജസ്റ്റ് തിരിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പമ്പ് ഒന്ന് ഓണാക്കി വെക്കുക കേട്ടോ. അപ്പോൾ 12-13 റിങ് സ്പാനറാണ് നമുക്ക് ഇതിന് വേണ്ടത്, ഇത് ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് സ്പ്രിങ് വാഷർ വരുന്നുണ്ട്. സ്പ്രിങ് വാഷർ ഇട്ടിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. സ്പ്രിങ് വാഷർ കമ്പനി കൊടുക്കുന്നതാണ്, അതെല്ലാവർക്കും അറിയാം. സ്പ്രിങ് വാഷർ എന്തിനാണ് ടൈറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഒരു കാരണവശാലും അതിൻ്റെ ഊരിപ്പോരരുത്. അപ്പോൾ അതിനാണ് സ്പ്രിങ് വാഷർ കൊടുക്കുന്നത്. പിന്നെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരു സൈഡ് മാത്രം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, 4 അതേപോലെ റൗണ്ട് അടിച്ച് ടൈറ്റ് ചെയ്യണം. അതായത് ആദ്യം ഫസ്റ്റ് 2 ക്രോസിനും രണ്ടാമത്തെ 2 പ്ലസ് ആയിട്ട്, അതായത് പ്ലസ് ടൈപ്പിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സൈഡ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ബൾജായി നിൽക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പമ്പിന് കേടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ ഓരോ മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അധികം ധൃതി പിടിച്ചിട്ടൊന്നും വർക്ക് ചെയ്യരുത്, നല്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു വർക്കാണ്. നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചിലയിലൊരു ലോക്ക് നെറ്റ് വരും. ലോക്ക് നെറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പമ്പ് ഇറക്കുമ്പോൾ ലോക്ക് നെറ്റ് ഉണ്ടാവും. അത് ചില സമയങ്ങളിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മിസ്സായി പോകുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫസ്റ്റത്തെ ഫിൽറ്ററാണിത്. ഫസ്റ്റത്തെ ഫിൽറ്റർ ഒരു സ്ക്രൂ ആണ് വരിക. അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഫിൽറ്റർ കറക്റ്റ് രീതിയിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിടുക. പിന്നെ ഒരു കാര്യം, ഈ ഫിൽറ്റർ വെച്ചാലും ഈ ഫിൽറ്ററിൻ്റെ ഗ്യാപ്പ് കൂടി ചെറിയ ഒരു ഹോളുണ്ടാവും. അതായത് ഈ വയറ് വന്ന ഭാഗത്തെയും ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അതിൽ കാണാൻ പറ്റും. ഈ കാണുന്ന പോലെ കണ്ടോ, ഇതിൻ്റെ വയറ് വന്ന ഭാഗം, അടിഭാഗം, മോൾ ഭാഗം ചെറിയ ഹോൾ ഉണ്ടാവും. ഈ ഹോള് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ചെറുവിരൽ കയറാവുന്ന അത്ര വീതിയിലുണ്ടാവും. അപ്പോൾ കാലങ്ങളായിട്ട് ഞങ്ങൾ ബോർവെൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നെറ്റിൻ്റെ മുകളിൽ കൂടി ഒരു 6-7 പ്രാവശ്യം ഞങ്ങൾ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റും. ഇൻസുലേഷൻ ടാപ്പ് ചുറ്റുന്നത് വെച്ചാൽ ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ പൊടി പോകില്ല. ഈ പൊടി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഓരോ സ്റ്റേജുകളുണ്ട്. ഈ സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് ഈ പൊടി കയറി കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ തേമാനം വരും. ഈ തേമാനം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ പൊടി കയറിയിട്ട് ഇത് അടിച്ച് കയറിയിട്ട് ആണ് തേമാനം വരിക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കറക്റ്റായിട്ട് ഒരു കാരണവശാലും ഉള്ളിലേക്ക് പൊടിയോ കാര്യങ്ങളൊന്നും അറക്കാത്ത ലെവലിൽ ഇറക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ അടിയും മോളും അടിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ വേറൊരു നെറ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. നെറ്റ് ഫിൽറ്റർ കമ്പനി കൊടുക്കുന്നതാണ്. ചില കമ്പനികൾ അങ്ങനെ കൊടുക്കാറില്ല, വി-ഗാർഡിൽ അധികം വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചളിവെള്ളം
അധികം കയറി വരും. ഇപ്പോൾ ചളിവെള്ളം കയറി വരുന്ന സമയത്തും ഈ പ്രശ്നങ്ങൾ, ഈ പമ്പ് വേഗം അടയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഈ കമ്പനി കൊടുക്കുന്ന അതേപോലെ തന്നെ ആ നെറ്റ് ഒരു സാധാരണ ഒരു ചെറിയൊരു മെഷ് ടൈപ്പുള്ള നെറ്റാണ്. അത് ഇതേപോലെ ചിറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ ടാഗ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വെറുതെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കാരണം അതിൽ ഒട്ടിക്കുന്നൊരു സ്റ്റിക്ക് ഉണ്ട്, പക്ഷേ അത് കാര്യമില്ല. നമ്മൾ ടൈ നല്ല രീതിക്ക് വലിച്ച് 1 2 3 റൗണ്ട് അടിച്ച് വെക്കുക കേട്ടോ. അത് ഓരോ കമ്പനിയിലും ഓരോന്നാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് വെക്കണമെങ്കിൽ വെക്കാം. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ കിണറിൻ്റെ നെറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ചും കൂടി ലേസുള്ളത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അടിക്കാം. അത് സേഫാണ്, എന്തായാലും നല്ല രീതിയിലാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില സ്ഥലങ്ങളിൽ നമുക്കിത് പ്രാക്ടിക്കൽ ആവില്ല. പ്രാക്ടിക്കൽ ആവുക എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം അടിച്ചു കഴിഞ്ഞാൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ആകുമ്പോൾ ഇതിന് നെറ്റൊക്കെ ചിലപ്പോൾ അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു സർവീസ് പ്രോപ്പറായിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഇതൊന്ന് അയച്ച് മൊത്തം ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഏത് മോട്ടറാണെങ്കിലും നമ്മളൊരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം. സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒക്കെ ഒന്നുകൂടി ഫ്ലോ ഒന്ന് കിട്ടും. പിന്നെ എനിക്കിതിലൊരു പോരായ്മയായിട്ട് വന്നത് പറയാനെന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള കമ്പനിയിലൊക്കെ ഒരു സപ്പോർട്ടിങ് ഒരു സംഭവം വരും. അതായത് ഞാൻ വയർ, ഈ കാണുന്ന വയറുണ്ടല്ലോ, അതിന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ കവറിങ് കോട്ടിങ് വരും. ഇത് വി ഗാർഡിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനി അത് നിർത്തി എന്തെന്ന് അറിയില്ല. ഇതിൻ്റെ കൂടെ ഇപ്പോൾ കാണാനില്ല. കമ്പനി ഇത് ഇതാകുകയാണെങ്കിൽ അതുകൂടി കൊടുക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഇത്രയും നല്ല രീതിയിൽ ചെയ്തിട്ട് അതുകൂടിയും കൊടുക്കുകയാണ് ഒന്നുകൂടി ബെറ്ററായിട്ട് വരിക. കാരണം നമ്മൾ അറക്കുന്ന സമയത്ത് ഒന്നുകൂടി സേഫായിട്ട്, കാരണം ബോർവെല്ലിൻ്റെ ഉള്ളിൽ കൂടിയല്ലേ ഈ സംഭവം ഇറങ്ങിപ്പോകുന്നത്, ഒന്നുകൂടി സേഫാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ കോളം പൈപ്പാണെന്ന് പറഞ്ഞല്ലോ. HDOS ആണെങ്കിൽ നമ്മൾ ഹോസ് കോളർ SS-ൻ്റെയാണ് വരിക. 2 ഉക്ക് ടൈപ്പാണ് വരിക. ഇതിന് ഫീമെയിലും മെയിലും ആണ് വരിക. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൈഡ് നമുക്ക് അടിക്ക് ഈ ത്രെഡുള്ള ഭാഗം നമ്മൾ നേരെ എന്ത് ചെയ്യണം, മോട്ടറിൻ്റെ പമ്പിൻ്റെ ഉള്ളിലേക്കാണ് ഇത് വരിക കേട്ടോ. അപ്പോൾ മോൾ ഭാഗത്തേക്കുള്ള ത്രെഡ് ഉള്ളിലുള്ളതാണ് വരിക. അതായത് MTയും FT ആണ് സാധാരണ രീതിയിൽ പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷെല്ലാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം. അടിയത്തെ മാത്രമേ നമ്മൾ ഷെല്ലാക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മുകളിലത്തെ പിന്നെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള ഓവർ ടൈറ്റിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു മീഡിയം ലെവലിൽ പൈപ്പ് റിഞ്ച് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ ഓവർ ടൈറ്റിങ് ചെയ്യരുത്. ഓവർ ടൈറ്റിങ് എന്ത് ചെയ്താലും അത് പൊട്ടിപ്പോരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ് നമ്മൾ വയറ്. ഈ വയറ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മിക്ക വീടുകളിലും RCCB ട്രിപ്പ് ആവുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബോർവെല്ലിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ബോർവെല്ലിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ RCCB ട്രിപ്പ് ആവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ വയർ ജോയിൻറ്റിങ് അല്ല, അല്ലെങ്കിൽ കൊടുക്കുന്ന ജോയിൻറ്റിങ് കറക്റ്റ് അല്ല. അത് ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോളൂ. ആദ്യം നമ്മൾ വയർ പ്രോപ്പറായിട്ട് ലോക്ക് നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുക. നെറ്റ് എന്ന് പറയാൻ കാരണം നല്ല രീതിയിൽ പിരിച്ച് ഒരു സൈഡ്, അതായത് ഈ വയർ ജോയിൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും 3 ലെവലിൽ ചെയ്യണം, ഒരേ ലെവലിൽ ചെയ്യരുത്. കാരണം ഫസ്റ്റത്തെ കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് കയറ്റി വെക്കണം, അത് മൂന്നാമത്തെ അതിൻ്റെ മേലെ കയറ്റി വെക്കണം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ടാപ്പ് നല്ല രീതിയിൽ അടിക്കുക. അത് കഴിഞ്ഞിട്ട് പഞ്ചർ ടാപ്പ്, വാട്ടർ പ്രൂഫ് ടാപ്പ്, എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് അറിയില്ല. നമ്മൾ വാട്ടർ പ്രൂഫ് ടാപ്പ്, പഞ്ചർ ടാപ്പ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ഒരു ഫസ്റ്റ് ഇനിഷ്യേഷൻ ടാപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഫസ്റ്റ് കോട്ട് നൈസിൽ അടിക്കുക. നൈസിൽ അടിക്കുക പറഞ്ഞാൽ വലിച്ചടിക്കണം, ഒരിക്കലും അത് ലൂസാക്കി അടിക്കരുത്. ലൂസാക്കി അടിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കും. നല്ല രീതിയിൽ വലിച്ചടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ടും കൂടി ഇൻസുലേഷൻ ടാപ്പ് ചുറ്റുക. ഇൻസുലേഷൻ ടാപ്പ് മസ്റ്റായിട്ട് നല്ല രീതിയിൽ ചുറ്റണം. ഈ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് പ്രശ്നം. നമ്മൾ പറഞ്ഞല്ലോ, ഈ RCCB ട്രിപ്പിങ് ഇതേ കംപ്ലൈൻറ്റാണ് വരിക. നമുക്ക് അധികം അങ്ങനെ വരാറില്ല. നമ്മൾ ഇതേപോലെ എൻ്റെ വീട്ടിലടക്കം ഈ സംഭവം തന്നെ നമ്മളെ വീട്ടിൽ ബോർവെൽ വരുന്നത്. ഇന്നലെ വരെ RCCB ട്രിപ്പിംഗ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ പ്രോപ്പർ ജോയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുക. അതേപോലെ 3 റൗണ്ട് 3 ലെവലിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഫസ്റ്റ് റൗണ്ട് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റുക. ഫസ്റ്റ് റൗണ്ട് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി റിവേഴ്സ് അടിക്കുക. റിവേഴ്സ് അടിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ പഞ്ചർ ടാപ്പ് ഉണ്ടല്ലോ, അത് വാട്ടർ പ്രൂഫ് ടാപ്പ്, അതും ഇതേപോലെ നല്ല രീതിക്ക് വലിച്ചടിക്കുക. ഈ വലിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒട്ടും തന്നെ കിടക്കില്ല. പഞ്ചർ ടാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ടാപ്പിൻ്റെ എൻഡിൽ 2 പഞ്ചർ ടാപ്പും കൂടെ ഒട്ടുമ്പോൾ ലോക്കാവും. പിന്നെ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഒരു റൗണ്ട് ഫോർവേഡ് അടിച്ചിട്ട് റിവേഴ്സ് അടിക്കുക. അതായത് ആദ്യം ഒന്ന് അടിച്ചിട്ട് റിവേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ 100% നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം കിടക്കില്ല കേട്ടോ. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ ഇവിടെ ഈ കോളം പൈപ്പ് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും അതേപോലെ കുറച്ച് വെള്ളവും മിക്സാക്കിയിട്ടാണ് ഇറക്കേണ്ടത് കേട്ടോ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൈപ്പ് പെട്ടെന്ന് നമുക്ക് ഇറക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് കയറാൻ കുറേ ബുദ്ധിമുട്ടാവും. അപ്പോൾ
അങ്ങനെ ചെയ്യുന്നതായിട്ടോ. പിന്നെ ഇതിൽ ടെഫ്ലോൺ ടാപ്പ് അടിക്കുന്നുണ്ട്. പലരും ചിലപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു വരും. ഓൾറെഡി നമുക്കറിയാലോ, ഇത് മോട്ടറിന് എന്ത് വാഷ് ഉണ്ടെങ്കിൽ തന്നെ കാലക്രമേണ അത് ലൂസാവുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് വെള്ളം ലീക്കായി പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തുമ്പോൾ പ്രഷർ കൂടി 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 കുറേ ലീക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ടെഫ്ലോൺ ടാപ്പ് അടിക്കുന്നത് കേട്ടോ. ടെഫ്ലോൺ ടാപ്പ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വായു വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4-5 റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അധികം ആയാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ആവും കേട്ടോ. അതേപോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 10-ൻ്റെ കോപ്പറാണ്. ഈ 10-ൻ്റെ കോപ്പർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഇടാറുണ്ട്, ചിലവർ ഇടാറില്ല. അങ്ങനെ പിടിച്ച് കെട്ടാറേ മതി. ചിലർ നമ്മൾക്ക് ഇതിൻ്റെ ഉക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ HD പൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഉക്ക് ഉണ്ടാവും. ഉക്കിൽ കെട്ടിയാലും ആ ഉക്കിൽ നിന്ന് പൊട്ടിപ്പോന്ന് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ നമ്മൾ കോപ്പർ 2 റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കയറ് കഴിയുമ്പോൾ പിടിച്ച് ലോഡാക്കാൻ പറ്റും. ഓൾറെഡി ഈ കോളം പൈപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന ഹോസ് കോളറിൽ നമ്മൾ ആദ്യം ലോക്ക് ചെയ്തിടും. ആ കയർ അതിൽ ലോക്കാക്കും. എന്നിട്ട് ഈ കോപ്പറിൽ കൂടി ലോക്കാക്കിയിട്ടാണ് നമ്മളിത് കെട്ടട്ടോ. എന്നിട്ട് ഊരാങ്കുടുക്ക് ഇട്ടിട്ട് നല്ല ഒരു 3-4 റൗണ്ട് മേപ്പോട്ട് കെട്ടി വെക്കും. അപ്പോൾ കയറ് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വയറുണ്ടല്ലോ, ആ വയറും കൂടി കൂട്ടിപ്പിരിച്ച് കെട്ടരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടുന്ന സമയത്ത്, ഇത് അറക്കുന്ന സമയത്ത് ഈ വയർ ചിലപ്പോൾ ടൈറ്റായിട്ട് ലൂസായി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പണിയാകും. ബോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോരും. അപ്പോൾ ഒരിക്കലും കയറിൽ വയർ വെച്ച് കെട്ടരുത്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ട് കെട്ടാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ കാലക്രമേണ ഈ മോട്ടർ കംപ്ലയിൻറ്റ് വരികയെ അങ്ങനെ പൊക്കാനൊക്കെ വേണമെങ്കിൽ ഈ കയറ് ചിലപ്പോൾ ലോക്കായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഊരി പോന്നു കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. പറഞ്ഞ പോലെ ഇതൊരു ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു വർക്കല്ല, നല്ല രീതിയിൽ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു വർക്കാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത് കെട്ടിക്കഴിഞ്ഞ് കയറിൻ്റെ എൻഡ് ഭാഗം ഒരു കോപ്പറിൻ്റെ എൻഡ് വെച്ച് കെട്ടി ഇടുന്നുണ്ട് കേട്ടോ. അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഊരാൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ വയർ ടൈ അടിക്കാം. നിങ്ങൾക്ക് ഈ വയർ ടൈ അടിക്കുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ കോപ്പർ, ചെറിയ കോപ്പർ ഉണ്ടല്ലോ, 16-ൻ്റെ കോപ്പർ അല്ലെങ്കിൽ 18-ൻ്റെ കോപ്പർ വെച്ചിട്ട് കെട്ടാം. അല്ലെങ്കിൽ ഈ ടൈ നല്ല സ്ട്രോങ്ങുള്ള ടൈ വെച്ച് അടിക്കട്ടോ. 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെങ്ങനെ ചെയ്യാറുള്ളതും ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈ ഏകദേശം ഒരു മീറ്ററിൻ്റെ താന്നിട്ടാണ് ടൈ അടിക്കുന്നത് കേട്ടോ. കാരണം 150 അടിയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വയർ നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ബോർവെൽ മോട്ടർക്ക് ഇറക്കുന്ന സമയത്ത് നമ്മളെ ചെയ്തതെല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം ഓരോന്നോരോന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കോളം പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ 3 മീറ്ററിൽ നമുക്ക് അറക്കുന്ന സമയത്ത് മാത്രമേ ടൈ അടിക്കാൻ പറ്റുള്ളൂ. HD പൈപ്പ് അങ്ങനെയല്ല. നമ്മൾ ആദ്യം തന്നെ എല്ലാം ടൈ അടിച്ചിട്ടൊക്കെ സെറ്റാക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു 450-500 അടിയുള്ള ഒരു ബോർവെല്ല് ഞങ്ങൾ 2 പേര് ഇറക്കിയൊരു വീഡിയോ ഞാൻ നിലവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ഭാഗത്ത് ഞാൻ അതിൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് HD പൈപ്പാണ്, അത് ജസ്റ്റ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എണ്ണയിൽ അതേപോലെ വെള്ളം മുക്കിയിട്ട് അതിൽ നമ്മൾ ഇതേപോലെ ടെഫ്ലോൺ ടാപ്പ് അടിച്ചിട്ട് ടൈറ്റ് ചെയ്യും. ഇതിന് ഒരിക്കലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പൈപ്പ് റിഞ്ചോ ഒന്നും ആവശ്യമില്ല. ഹാൻഡ് ടൈറ്റ് മതി. കൈ നമ്മൾ ഇതേപോലെ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കിടക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. അപ്പോൾ ലോക്കായി. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ടൈ അടിച്ചിട്ട് ഇതേ സിസ്റ്റം തന്നെ നമ്മൾ താഴ്ഭാഗത്ത് മുകൾ ഭാഗം എത്ര വരക്ക് അടിച്ച് കൊണ്ടുപോകാം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ ഇവിടുന്ന് മോട്ടർ ഫിറ്റ് ചെയ്ത് എത്ര രൂപ വാങ്ങിയെന്നും ഈ മോട്ടറിന് എത്ര ആയെന്നൊക്കെ ഞങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതൊരു ഇൻഫർമേഷൻ എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഇറക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഈ ബോർവെല്ലിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്യുന്നതും അതേപോലെ പൊക്കാണുന്ന സമയത്ത് കംപ്ലയിൻറ്റ് വരുന്ന സമയത്തൊക്കെ പലർക്കും അറിയാൻ പറ്റുന്നതാണ് നമ്മളെ ഷോൾഡർ അതേപോലെ കൈയിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. കാരണം എന്താ വെച്ചാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തേണ്ട ഒരു വർക്കാണ് ബോർവെൽ ഫിറ്റിങ്. അത്രയും ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ ഒന്നാമത് നോമ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് നല്ല പക്ക വൃത്തിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പലരും അങ്ങനെ തന്നെ ചെയ്യുക. ചില ആൾക്കാർ ചിലപ്പോൾ അത് ടൈയൊന്നും അടിക്കില്ല, പ്രോപ്പറായിട്ട് ചെയ്യാത്ത ലെവലിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ചിലവരെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മളൊരു 9:30 ടൈമിൽ വർക്ക് തുടങ്ങി ഏകദേശം 4:45-5 മണിയോടെ നമ്മൾ ക്ലോസ് ചെയ്തു. അവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ വയർ നമ്മൾ ഫുള്ള് ഫ്ലെക്സ് ഓക്സിൻ്റെ ഉള്ളിൽ ഇട്ടു. കാരണം അത് ഭാവിയിൽ ഇവർക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ വർക്ക് ഇതിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയർ വേഗം നാശമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് കുറച്ച് ഡിലേ ആയി വന്നത്. അപ്പോൾ അതേപോലെ എൻഡ് അവസാനം എത്താനായി. അവസാനത്തെ പൈപ്പാണ്, കോളം പൈപ്പാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്ക് എത്തുന്നതനുസരിച്ചിട്ട് നമ്മളെ കയ്യിൽ നല്ല ലോഡ് വരും. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തുള്ളൊരു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് പതുക്കെ ലൂസാക്കിയിട്ടാണ് ഇറക്കി വിടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗം എത്തി. അപ്പോൾ അതിൻ്റെ ഹോസ് കോളർ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൊടുന്ന ഹോസ് കോളറിനെ ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ടെഫ്ലോൺ ടാപ്പ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീളത്തിലാണ് അടിക്കേണ്ടത് കേട്ടോ. നീളത്തിൽ അടിച്ചാലാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലീക്കില്ലാതെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷെല്ലാക്ക്, ഇതിൻ്റെ എൻഡ് ഭാഗം ആയതുകൊണ്ട് നമ്മൾ ഷെല്ലാക്ക് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നു കേട്ടോ. മറ്റുള്ളയിടത്തൊന്നും ഷെല്ലാക്കിൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ
ടെഫ്ലോൺ ടാപ്പും ഇതും വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബോർവെല്ലിൽ പിന്നീട് ഇത് പൊക്കണ സമയത്ത് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അയക്കാൻ കിട്ടില്ല. അതാണ് നമ്മൾ ഭാവിയിൽ പറഞ്ഞത് കേട്ടോ. ഭാവിയിൽ അയക്കണമെങ്കിലോ അല്ലെങ്കിൽ താത്തണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ അതേപോലെ ഷെല്ലാക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കപ്പുണ്ടല്ലോ, ഈ കപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് സ്ട്രൈറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊരു ബുഷ് കണ്ടോ, ബ്ലൂ കളറിൽ ബുഷ്, അത് നിങ്ങൾ മസ്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഈ തൊടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരുമ്പോൾ ഈ ഇഴജന്തുക്കളൊക്കെ വന്നിട്ട് ഉള്ളിലേക്ക് പോകും. പല സ്ഥലത്തും നമുക്ക് മോട്ടർ പൊക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ഇത് ഈ ബുഷ് ഇടുകയാണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. ഈ ബാഡ് സ്മെല്ല് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പല്ലി കാര്യങ്ങളൊന്നും വന്ന് വീഴില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബോർ ക്ലാമ്പ്. ഈ ബോർ ക്ലാമ്പ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ബോർ ക്ലാമ്പ് ചെയ്തിട്ട് വേണം ഇത് കയറ് കെട്ടാൻ കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പൈപ്പിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോഡ് വന്നിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് വേണ്ടത് വയറും കയറും. 2 ഹോളാണ് നമ്മൾ ഈ ഇൻഡിക്യാപ്പിന് വരുന്നത്. ഓരോ കടയിൽ ഓരോന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. നിങ്ങളെ ഭാഗത്ത് ഇങ്ങനെ കിട്ടാറുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതാകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ്, നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ 4 ബുഷ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൂട്ടാവണോ അത് വേണമെങ്കിൽ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടി ഓസും അതേപോലെ ഒരു സൈഡിൽ കൂടി കയറും ഇതും ഇടണം. അതിനും അത്യാവശ്യം ഗ്യാപ്പില്ലാത്ത രീതിയിലുള്ള ബുഷാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ബുഷ് ഇടുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, മസ്റ്റായിട്ട് ബുഷ് ഇട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരും കേട്ടോ. പിന്നെ ഇത് ടൈറ്റ് ചെയ്യണ സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിൻ്റെ ടൈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊരിക്കലും പൈപ്പിലോ വയറിലോ ലോഡ് വരരുത്. മസ്റ്റായിട്ട് കയറിൽ മാത്രമേ ലോഡ് വരാൻ പാടുള്ളൂ. അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പോലെ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നല്ല വാറ് നമ്മൾ പറ്റാവുന്ന രീതിയിൽ വാറിട്ട് വലിക്കുമ്പോൾ ഈ പൊങ്ങും, ഈ ഓസ് പൊങ്ങും. അത്രയും ലെവലിൽ പൊക്കിയിട്ട് ഇത് വലിച്ചിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് കുറേ കഴിയുമ്പോൾ ലോഡ് വന്ന് തൂങ്ങും. അപ്പോൾ അത് തൂങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളം പൈപ്പാണെങ്കിലും HDPE പൈപ്പാണെങ്കിലും പലരും കണ്ടുണ്ടാവും കുറേ കഴിയുമ്പോൾ വിട്ടു പോരുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മസ്റ്റായിട്ട് ഇത് അത്രയും വാറിൽ പൊക്കിയിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബോർവെല്ലിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കയറ് ലൂസാക്കി വിട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കയറെന്ന് പറഞ്ഞ സാധനം കുറേ കഴിയുമ്പോൾ തൂങ്ങിപ്പോരും. അപ്പോൾ അത്രയും ലോഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അറിയുന്നവരാണെങ്കിൽ ഒരിക്കലും എന്നിട്ട് കമൻറ്റ് ഇട്ട് വരണ്ട. കാരണം അറിയാത്ത ഒരുപാട് പഠിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളവരൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല, ഈ മോട്ടറിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞു നിൽക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അധികം നമ്മൾ ബോർവെൽ ഫിറ്റ് ചെയ്യുന്ന അധികം വീഡിയോ എടുക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട സമയം കൊണ്ടേ നമുക്ക് ഇടങ്ങാറാണ്. അപ്പോൾ നമ്മൾ ഇത് V-Guardൻ്റെ എക്കോ സ്മാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിന് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇത് ഉപകാരം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് കയറും കാര്യങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വേറൊരു മസ്റ്റായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ, പലർക്കും വരുന്ന സംഭവമാണ് ഈ കയറ് കുറേ കഴിയുമ്പോൾ ഈ പൊടിഞ്ഞു പോരുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ചിലയിടത്ത് സ്ലാബ് ഇട്ട് മൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളും. ഇപ്പോൾ ഇവിടെ നല്ല വെയിലടിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അതൊരു ചാക്കോ അല്ലെങ്കിൽ നമ്മളെ ഈ നൂൽ ചാക്കൊക്കെ ഉണ്ടല്ലോ, ഈ കയർ ചാക്ക്, അതൊക്കെ വാങ്ങി ഇടുകയാണെങ്കിലേ അപ്പോൾ കയറ് കുറച്ചും കൂടി ലൈഫ് കിട്ടും. അല്ലെങ്കിൽ ആ കയറിൻ്റെ എൻഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്കോളറിൻ്റെ മോൾ ഭാഗം ടെഫ്ലോൺ ടേപ്പ് ഇട്ടിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ GA ബെൻഡും ഈ JA കപ്ലിങ്ങും വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് മാറ്റുന്നതാണ്. ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇത് സ്ക്വയറിൽ ഇവർക്ക് ഓൾറെഡി സ്ഥലം കമ്മിയാണ്. അപ്പോൾ നമ്മളിത് മാന്തിയിട്ട് ഇത് സ്ക്വയറിൽ കെട്ടിയിട്ട് ഇതിന് അണ്ടർഗ്രൗണ്ട് ആക്കും. അണ്ടർഗ്രൗണ്ട് ആക്കുമ്പോൾ ഇവിടെ ബോർവെൽ ഉള്ളതായിട്ട് അറിയില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ വീടിൻ്റെ ഏകദേശമൊക്കെ പണിയൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഒരു മീഡിയം ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിയത്തെ ഓസും കാര്യങ്ങളൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. മസ്റ്റായിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ NRV നേരത്തെ ഞാൻ പറഞ്ഞ പോലെ NRV നിങ്ങൾ നിർബന്ധമായാലും സൈറ്റിലാണെങ്കിൽ NRV പുറത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നനയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടിക്കുന്ന സമയത്തൊക്കെ ഈ വെള്ളം റിവേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാമേജ് വരും കേട്ടോ. അപ്പോൾ നമ്മളിതാണ് അക്വ സ്മാർട്ടിൻ്റെ പാനൽ ബോർഡ്. അപ്പോൾ ഇതിൽ ഫോൾട്ട് സ്വിച്ച് വരുന്നുണ്ട്. ഫോൾട്ട് സ്വിച്ച് നമുക്ക് ഒരിക്കലും ഇപ്പോൾ ആവശ്യമില്ല, വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓസ് പൊട്ടുക, അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളമില്ല എന്നുള്ള ഏരിയയിൽ, അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കട്ട് ഓഫ് ആവും ഈ സംഭവം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് വാട്ടർ ടാങ്ക് ഇനിയിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഓട്ടോമാറ്റിക് നിറയണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമുക്കിത് ഉപയോഗിക്കുക, അതിനും നമുക്ക് ഉപയോഗിക്കാം.
വി ഗാർഡിൻ്റെ ഇപ്പോൾ ഈ മോട്ടറും ഇനി ഇതില്ലാത്ത മോട്ടറും 1000-1500 രൂപയുടെ വില വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ടൈപ്പ് വെച്ചോളൂ. 1500 രൂപ നോക്കേണ്ട ആവശ്യമില്ല. സംഭവം സൂപ്പറാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതല്ല നിങ്ങളെ വീട്ടിൽ ഓൾറെഡി മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിലവിൽ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോർവെല്ലുള്ള വീട്ടിലൊക്കെ ഈ ഓട്ടോമേഷൻ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇപ്പോൾ അറിയാലോ, നമ്മളെ കാലാവസ്ഥ അങ്ങനെയാണ്, നമുക്ക് വെള്ളമില്ലാത്ത സമയങ്ങളാണ്. അപ്പോൾ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ അത്രയും വെള്ളം നമുക്ക് വേസ്റ്റായി പോവില്ല. കറക്റ്റായിട്ട് അതേപോലെ കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ചിലവൊക്കെ കമ്മിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ RYB പ്രോപ്പറായിട്ട് കൊടുക്കുക. RYB സാധാരണ മോട്ടർ എങ്ങനെ പാനൽ ബോർഡ് സെറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ്, കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് RYB ആ പാനൽ ബോർഡിൽ കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഫേസും ന്യൂട്രും മാർക്ക് ചെയ്യുക. അത് ഫേസ് പറഞ്ഞ പോലെ അതിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫേസും ന്യൂട്രും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ലൈവ് കറണ്ട് ഒന്നും കൊടുക്കരുത്. ഡയറക്റ്റ് ലൈവ് കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ LCBയുടെ ഔട്ടില്ലാതെ ഇന്നിന്ന് കൊടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഈ RCB പറഞ്ഞ ഔട്ടിൽ നിന്ന് കൊടുക്കണം. RCBൻ്റെ ഔട്ടില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവും, ഇതിന് ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതേപോലെ തന്നെ ഇതിനൊരു MCB നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഇത് കൺസം പർപ്പസാണ്, ടെമ്പററി കണക്ഷനാണ്. ഇപ്പോൾ ഇവിടെ MCBയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തൊരു 16ൻ്റെ ഒരു MCB വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ RCBൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ 16ൻ്റെ MCBയിൽ നിന്ന് എടുത്തിട്ടാണ് നേരെ ഈ മോട്ടറിൻ്റെ പാനൽ ബോർഡിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്കത് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായി കിട്ടും, കംപ്ലയിൻറ്റും കാര്യങ്ങളും വരില്ല. പിന്നെ ആ MCB ആണ് ഓഫാക്കിയിട്ടാൽ മതി കേട്ടോ. ഈ അക്കോസ്മാർട്ട് എന്ന് പറയുന്ന സംഭവത്തിന് നിങ്ങൾ MCB വെച്ച് ത്രൂ ആയിട്ട് കൊടുക്കുക. കാരണം മറ്റുള്ളതിനൊക്കെ ഓൾറെഡി കമ്പനി സാധാ പാനൽ ബോർഡിന് MCB വരുന്നതാണ് കേട്ടോ. അതിന് പിന്നെ ഓൾറെഡി MCB കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ MCB ഓണാക്കി, സംഭവം ഗുഡ്. ഒരു സെക്കൻഡ് കുറച്ച് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ടേജും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. വോൾട്ടേജ് ലോ വോൾട്ടേജ് ആണെങ്കിലും ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ അമർത്തുക, സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ അമർത്തുക. ആകെ 2 ബട്ടണുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ടൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടൈമർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടൈമർ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാട്ടർ ടാങ്ക് ഇറക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വെള്ളം ഓണാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ഇറക്കി കഴിഞ്ഞ് ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെൽ ഇറക്കി കഴിഞ്ഞാൽ മോട്ടർ ഫിറ്റ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഒരു സന്തോഷമാണ്. അത് വീട്ടുകാർക്കും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. കാരണം അത് അറിയാലോ, കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം അതാണ്. അപ്പോൾ വെള്ളം വന്ന സന്തോഷത്തിൽ മോഹം കാര്യങ്ങളൊക്കെ കേട്ടോ. മേത്തുകൂടി കുറച്ച് വെള്ളമൊക്കെ ആക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നോമ്പൊക്കെ ആയതുകൊണ്ട് ആകെ ടയർഡായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല ചൂടാണ്, നല്ല രീതിക്കുള്ള ചൂടാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 1 ഇഞ്ചിൻ്റെ ഓസ് വാങ്ങിയിട്ടുണ്ട്. ഓസ് നമ്മൾ ഇത് നനക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇതേപോലെ ഓസ് കോട്ടർക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ട് ചൂടാക്കി ടൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മോട്ടറിൻ്റെ റേറ്റും ഞാൻ ഇവിടുന്ന് വാങ്ങിയ ലേബർ കോസ്റ്റും ഒക്കെ ഇവിടെ പറഞ്ഞുതരാം. മോട്ടറിന് ഏകദേശം 16,800 ആണ് കേട്ടോ. അതായത് 300 അടി തള്ളിച്ച് വരുന്ന ബോർവെൽ മോട്ടറാണ് വി ഗാർഡിൻ്റെ. അപ്പോൾ 16,800 ഏറെക്കുറെ 34-35 റുപ്യ ആയിട്ടോ. എല്ലാം ഇവിടെ ഓസും അതിൻ്റെ വയർ നമ്മൾ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. കാരണം വയർ പിന്നീട് ജോയിൻറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് അല്ലേ. വേറെ ഒന്നുമല്ല, വയർ നമ്മൾ ഓൾറെഡി 30 മീറ്റർ അധികം ഇട്ടുണ്ട്. ഭാവിയിൽ അത് അടിഭാഗത്തേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 30 മീറ്റർ എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് വാങ്ങിയൊരു മോട്ടർ ഫിറ്റിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 3000 റുപ്യാണ് കേട്ടോ. ഇനി ഒരു ഉദാഹരണത്തിന് 400 അടിയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു 500 റുപ്യ കൂട്ടിയിട്ടാണ് 3500 ആക്കുക. അപ്പോൾ നിങ്ങളെങ്ങനെ ഏത് ചാർജാണ് വാങ്ങാറ്, എങ്ങനെയാണ് വാങ്ങാറുള്ളതൊക്കെ ജസ്റ്റ് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചാർജ് ആയിരിക്കുമല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളേ എല്ലാ സെറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മോട്ടർ നേരത്തെ ഓണാക്കി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരു MCB വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 16ൻ്റെ ഒരു MCB വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓണായി കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ അതിൻ്റെ കറക്റ്റ് വോൾട്ടേജ് കാര്യങ്ങൾ, ആംബിയറും കാര്യങ്ങളൊക്കെ കറക്റ്റായി കാണിക്കും. ഇപ്പോൾ നമ്മളെ ടൈമർ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഡ്രൈ റണ്ണും ഇതൊക്കെ കമ്പനി ഓൾറെഡി കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഇത് കട്ട് ഓഫ് ആവും. വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓസ് പൊട്ടുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെള്ളം കിണറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് 60 സെക്കൻഡ് അതായത് കട്ട് ഓഫ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓണായി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഈ 2 ബട്ടൺ നമുക്ക് ഇത് ചെയ്യുന്നുള്ളൂ. മറ്റുള്ള ബട്ടണൊന്നും നമുക്ക് അമർത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു കവർ ഇട്ട് കൊടുത്തിട്ടാണ്. വാട്ടർ പ്രൂഫാണ് പാനൽ ബോർഡ് വരുന്നത് കേട്ടോ. വരുന്നുണ്ടോ? നമ്മൾ ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് ഓണാക്കി ഇടാന്ന് വെച്ചിട്ടാണ്. നമ്മൾ 150 അടിക്കാണല്ലോ വെള്ളം അടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടേ എൻ്റെ വണ്ടി ഒന്ന് കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വണ്ടി അത്രയും നല്ല രീതിയിൽ പൊടിയുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ക്ഷീണവും കാര്യങ്ങളായി. മോട്ടം ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണീൻ്റെ അടുത്തായി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാം കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് കുറച്ച് കമ്മിയായിട്ട് വരുന്നത് കേട്ടോ.
അപ്പോൾ എന്തായാലും മറക്കാതെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ് കണ്ട് ഒന്ന് മാപ്പോട്ട് അടിച്ചാലോ? അടിക്കേ. അടിച്ചാലോ? ആ മഴ കണ്ണ കേട്ടോ, ഒരു കോമഡി ആയിക്കോട്ടെ. ഇപ്പോൾ വീട്ടിൽ പോയി കുളിക്കണ്ടല്ലോ രാത്രിയെ. ഈ എലൂടെ നനയ്ക്കേണ്ടി വരും, ഈ എലൂടെ